ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനികൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇപ്പോ ആ കൂട്ടത്തിലേക്ക് മറ്റൊന്നുകൂടി എത്തിയിരിക്കുകയാണ്. പ്രോക്ടർ ആൻഡ് ഗാംബിൾ പോലെയുള്ള ഒരു വലിയ കമ്പനി പാകിസ്ഥാനിലെ നിർമ്മാണ ബിസിനസ് പ്രവർത്തനങ്ങൾ അടച്ചു പൂട്ടുമെന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. കമ്പനിയുടെ ഈ തീരുമാനം കാരണം ഷേവിങ്ങിനു വേണ്ടി ഗില്ലറ്റ് റേസറുകളും മുടി കഴുകാൻ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പുവും പാകിസ്ഥാനിൽ ലഭിക്കുന്നത് ഇനിയും കുറച്ച് പൊളിക്കുമെന്നാ കേൾക്കുന്നത്. മതപരമാണല്ലോ താടിയും. അപ്പൊ പ്രോക്ടർ ആൻഡ് ഗാംബിളിന്റെ തീരുമാനത്തെ തുടർന്ന് നിരവധി പാകിസ്ഥാനികൾ സോപ്പ്, സൗന്ദര്യവർദ്ധക വസ്തുക്കള്, ആവശ്യ വസ്തുക്കൾ ഇതിന്റെയൊക്കെ ക്ഷാമത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, കിടക്കാനില്ല, ഇന്ധനമില്ല, അങ്ങനത്തെ പ്രശ്നം. ഇനി വേറൊരു ഭാഗത്താണെങ്കിലോ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം. ഇനി വേറൊരു ഭാഗത്താണെങ്കിലോ ബലൂജികളെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണമെന്ന് പറഞ്ഞ് അടുത്ത അട്ടഹാസം വേറെ. ചുരുക്കം പറഞ്ഞാൽ സമാധാനം പോയി കപ്പല് കയറി സമാധാനം. അങ്ങനെ പാമ്പേഴ്സ്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപൂ, ജില്ലറ്റിന്റെ റേസർ ബ്ലേഡുകള്, ഓറൽ ബി ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അതുപോലെ ടൈഡ് ആൻഡ് ഏരിയയിലെ ഡിറ്റർജന്റ് പൗഡറുകള് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപാദകരാണ് US കമ്പനിയായിട്ടുള്ള P&G. അവരാണ് ഇവരോട് കോർത്തിരിക്കുന്നത്. 1991 പാകിസ്ഥാൻ വിപണിയിൽ പ്രവേശിച്ച പ്രോക്ടർ ആൻഡ് ഗാംബിൾ വളരെ പെട്ടെന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ മുൻനിര ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികളിൽ ഒന്നായിട്ട് മാറുന്നത്. താങ്ങാൻ സാധിക്കുന്നതും വൈവിധ്യപൂർണവുമായിട്ടുള്ള അതിന്റെ ഉൽപ്പന്ന ശ്രേണി ധാരാളം ഉപഭോക്താക്കളെ ആകർഷിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, അതുപോലെ പാന്റീൻ, ടൈഡ്, ഓറൽ ബി, ഗില്ലറ്റ്, പിന്നെ അങ്ങനെ തുടങ്ങിയ അധികം ബ്രാൻഡുകള് വീട്ടുപേരുകളായി മാറി. കാരണം അത്രയ്ക്ക് സുലഭമായി കിട്ടുന്ന രൂപത്തിലും ഉപയോഗിക്കുന്ന രൂപത്തിലും. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ജില്ലറ്റിന്റെ ഷേവിംഗ് ബ്ലേഡുകൾ വിപണിയിൽ കിട്ടാനില്ല. ഇസ്ലാമാബാദിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ജാവേദ് ഇക്ബാൽ എന്ന വ്യക്തി പറയുവാണ്, ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റമാണ് നിലവിൽ വിപണിയിൽ ഉള്ളതെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഷാംപൂ അടക്കമുള്ള ഇനി പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ എന്നാണ് ഹിന സാഫി എന്ന പാക് യുവതിയുടെ ചോദ്യം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് P&Gയുടെ ഈ ജില്ലറ്റ്, പാമ്പറുകള്, സോപ്പുകള്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതൊക്കെ പൂർണ്ണമായും നശിച്ചു. ഇതാണ് ആളുകൾ തന്നെ പറയുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിലും കമ്പനിയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ 3ാം കക്ഷി വിതരണക്കാർ വഴി രാജ്യത്ത് ലഭിക്കുമെന്നാണ് സൂചന. കാര്യം പിടികിട്ടിയോ? അല്ല, ഇവര് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഇവര് കാത്തിരിക്കുന്നത്. ഇതൊക്കെ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? പ്രവാചകൻ ഉപയോഗിക്കാത്ത വിദേശ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട്, എക്സ്പെഷ്യലി ഇന്റർനെറ്റ് അടക്കം, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ അടക്കം, ജൂതനെ പോലെ നിങ്ങൾ ആകരുത് എന്നല്ലേ പറഞ്ഞേ? ജൂതനിൽ നിന്നും വ്യത്യസ്തരാകണമെന്നല്ലേ പറഞ്ഞത്? അപ്പോ ജൂത പ്രോഡക്റ്റുകൾ വാങ്ങുക, വൈദേശിക കമ്പനികളുമായിട്ട് ടൈപ്പ്, ഇതൊക്കെ മതത്തിന് പുറത്താണ് കേട്ടോ. ശരി, നിൽക്കട്ടെ. പാകിസ്ഥാനിൽ ഇനിയും ഷേവ് ചെയ്യൽ നടക്കില്ല. ചുരുക്കം പറഞ്ഞാല് താടി ഇനി എല്ലാവരും നീട്ടി വളർത്തേണ്ടി വരും. മീശയും അതുപോലെ. മീശ മുഴുക്ക ചെരച്ച് താടി നീട്ടി വളർത്തുക എന്നതാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് എന്നിവര് പറയുന്നത്. ഏതെങ്കിലും രാജ്യം ബഹുദൈവ വിശ്വാസികളുമായിട്ട് കരാറുകളില്ലാതെ, വാണിജ്യ ബന്ധങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഉണ്ടോ? അപ്പോ ഈ മതത്തിനകത്താരാണ്, മതത്തിന് പുറത്താരാണ് എന്ന്
നിങ്ങൾ വല്ലാണ്ട് പ്രഡിക്റ്റ് ചെയ്യണ്ട. ശരിക്കു പറഞ്ഞാൽ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് പ്രശ്നങ്ങൾ വരിഞ്ഞു മുറുക്കി പാകിസ്ഥാൻ പ്രതിസന്ധിയിലാണ്. ഓക്കെ, ഈ പാകിസ്ഥാനു വേണ്ടി ഇന്ന് കേരളത്തിൽ കണ്ണീരിന്റെ കടലാണ് ഒഴുകുന്നത്. പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള 29 ആളുകളെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് ലിംഗപരിശോധന നടത്തി തല തെറിപ്പിച്ചു. വേദനയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ കഫിയയും ചുറ്റി വരിഞ്ഞ് ആഷിഖ് അബുവും കൂട്ടരുമൊക്കെ ഇതിനകത്ത് കിടന്നു നിലവിളിക്കുന്നത് കാണുമ്പോ പാകിസ്ഥാനിലേക്ക് നിങ്ങൾക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട്. കാരണം ഈ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചും മറ്റ് രാജ്യങ്ങളിൽ അമുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ആകുലതകളില്ലല്ലോ, വേവലാതികളും വേദനകളും ഇല്ലല്ലോ. ഗാസയ്ക്ക് വേണ്ടി കൊച്ചിയില് ഇടത് അനുകൂലികളുടെ ക്യാമ്പയിൻ കണ്ടോ? ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയും ചേർന്നിട്ടാണ് ഗാസയുടെ പേരുകൾ എന്ന ക്യാമ്പയിൻ നടത്തുന്നത്. ഇപ്പോ NS മാധവൻ, ശശികുമാർ, ആഷിഖ് അബു, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, അങ്ങനെ ഒരു പിടി ആളുകള് സ്വന്തം രാജ്യത്ത് മതം പറഞ്ഞ് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ, 29 വിധവകളെ സൃഷ്ടിച്ചപ്പോൾ, 29 മനുഷ്യന്മാർ ഇവരുടെ തോക്കിൻ കുഴലിനു മുമ്പിൽ നിന്ന് മരണവും ജീവനും വേണ്ടി പൊരുതിയപ്പോൾ, ഇവരുടെ ഷൂട്ടേറ്റ് തലകൾ ചിന്നിച്ചിതറിയപ്പോൾ ഇവർക്കാർക്കും ഒരു വേദനയും തോന്നിയില്ലല്ലോ. ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറയാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നടക്കുന്ന ഗാസയിലെ കൊലപാതകങ്ങൾക്കെതിരെ നടപടികൾക്കു വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ എന്താശയമാണ് ഈ നാടിന് സമ്മാനിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ ഷേവ് ചെയ്യാനുള്ള ബ്ലേഡുകൾ പാകിസ്ഥാന് കിട്ടാനില്ല, ബാർബർ ഷോപ്പുകൾ അടച്ചു പൂട്ടുന്നു, അതിനു വേണ്ടുന്ന ഒരു സാധന സാമഗ്രികളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ ആളുകളുടെ താടി നീട്ടി വളർത്തലിനും മീശ മുഴുക്ക ചരയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാളെ കേരളത്തിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നു, ആ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട്. നമ്മുടെ കൂറും പ്രതിബദ്ധതയും എപ്പോഴും മറ്റ് രാജ്യങ്ങളോടുണ്ടാകാൻ, ഈ രാജ്യത്തിന്റെ ശത്രുക്കളോടുണ്ടാകാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ മറക്കാറില്ലല്ലോ. നന്ദി.